എല്ലാ തൃശ്ശൂരുകാരെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഒരു ബിസിനസിന്റെ എല്ലാ സ്റ്റാർട്ടിങ്ങും തൃശ്ശൂരിൽ നിന്നാണ്. ഇപ്പോൾ ഗോപുനന്ദ ജിമാന്റെ സ്റ്റാർട്ടിങ്ങും അങ്ങനെ തന്നെയാണ്. കുറുപ്പൻ റോഡിൽ നിന്ന് ഒരു ചെറിയ 150 സ്ക്വയർ ഫീറ്റിന് 41 വർഷം മുമ്പ് ആരംഭിച്ചു. അവിടുന്ന് 2005 ജിമാർട്ട് എന്ന കൺസെപ്റ്റ് വന്നു. അന്നത് 10,000 സ്ക്വയർ ഫീറ്റ് 2005 സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് വലിയൊരു കൺസെപ്റ്റ് ആയിരുന്നു. ആൾക്കാർ എന്തിന് ഇത്ര ഒരു സ്ഥാപനം, എന്തിന് ഇത്ര വലിയ ഷോറൂമിന്റെ ആവശ്യം. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ആ വിഷൻ അത് ഇന്ന് എത്തി നിൽക്കുന്നത് 61ാമത്തെ ഷോറൂമിലാണ്. കേരളത്തിൽ നമ്മുടെ C ക്ലാസ് കാറ്റഗറി കുറച്ച് ടൗണുകൾ കുറച്ച് പെൻഡിങ് ഉണ്ട്, അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. A ക്ലാസ് ഓൾമോസ്റ്റ് നമ്മളെല്ലാം ഫില്ലായി കഴിഞ്ഞു. B ക്ലാസ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ C ക്ലാസ് കാറ്റഗറി കുറച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് എക്സ്പാൻഷനാണ് ഉദ്ദേശിക്കുന്നത്. അച്ഛൻ്റെ കൂടെ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഷോറൂമിൽ പോകാറുണ്ട്. അപ്പോൾ അന്ന് വെക്കേഷൻ വരുമ്പോൾ അച്ഛൻ പറയും, നീ ഷോറൂമിൽ പോകും, അവിടെ നിന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഡിസ്പ്ലേ പാക്ക് ചെയ്ത് കൊടുക്കുക, ഡിസ്പ്ലേ തുടച്ചു കൊടുക്കും. അങ്ങനെ സ്റ്റേജ് പഠിച്ചു വന്നു. പിന്നെ എൻ്റെ കോളേജ് ലൈഫിലൊക്കെ വെക്കേഷനൊക്കെ വന്ന് വർക്ക് ചെയ്യും. ഓണസമയമാണ് നമ്മുടെ പീക്ക് സമയം. അപ്പോൾ ആ സമയങ്ങളൊക്കെ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ബേസ് ഉണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് എൻ്റെ MBA കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ജോയിൻ ചെയ്തു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അച്ഛൻ പറഞ്ഞത് ഓരോരോ ഭാഗങ്ങൾ സെക്ഷൻ പഠിച്ച് വന്ന് പിന്നീട് നമുക്ക് ഓരോ ഭാഗങ്ങൾ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാൾ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഓൾ കേരള സെയിൽസ് നോക്കുന്നു. അതുകൂടാണ്ട് ഡിജിറ്റൽ രംഗത്ത് ഞാനാണ് എൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ ലാപ്ടോപ്പ് ഗാഡ്ജറ്റ്സിൻ്റെ ഒക്കെ ഫുൾ ഇൻചാർജ് ഞാനാണ്. അപ്പോൾ അതൊരു സ്റ്റാർട്ട് ചെയ്തപ്പോൾ 4 വർഷമായിട്ടുള്ളൂ. ഞാൻ ജോയിൻ ചെയ്ത ശേഷം നമ്മൾ ആദ്യമായിട്ട് അച്ഛനെ ഏൽപ്പിച്ച അതാ സെക്ഷനാണ്. ഗോപുനന്ദിലെ ജിമാർട്ടിൽ വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ.